പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ഒരു ചെറിയ മന്ത്രവാദിയായിരുന്നു. മുത്തശ്ശിയോ ഒരു സുന്ദരി കോതയും. അവർക്കങ്ങനെ പ്രായമായി വരികയാണ്. മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മോനും ഒരു മോളും വീട്ടിലുണ്ടാവണമെന്ന്. പക്ഷെ എന്തു ചെയ്യാം, അവർക്ക് കുട്ടികളുണ്ടായില്ല. അതിലവർ ഭയങ്കരമായി സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശന് ഒരപ്പം തിന്നാൻ കൊതിയായി. എന്തപ്പമാണെന്നോ? ഉഴുന്നപ്പം. ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കി തരുമോ ഒരപ്പം എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിച്ചു. മുത്തശ്ശനെ ഇഷ്ടമുള്ള മുത്തശ്ശിയല്ലേ. അപ്പം മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ, ഞാൻ ഉണ്ടാക്കിത്തരാലോ. അങ്ങനെ മുത്തശ്ശി പോയി അടുക്കളയിൽ നിന്ന് കുറച്ച് ഉഴുന്നൊക്കെ എടുത്ത് കുറച്ച് മുറത്തിലിട്ട് ചേറാൻ തുടങ്ങി. മുത്തശ്ശൻ മന്ത്രവാദിയല്ലേ, മുത്തശ്ശൻ അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ചേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഒരുഴുന്ന് തെറിച്ചു പോയി. ദൂരേക്ക് പോയിട്ടോ. മുത്തശ്ശൻ അതിങ്ങനെ നോക്കി നിന്നു. മുത്തശ്ശി ഓടിച്ചെന്നു. പണ്ട് കാലത്തൊക്കെ ആളുകളൊന്നും കളയില്ല, ഒരു സാധനവും കളയാതെയാണ് ഉപയോഗിക്കുക. കാരണം അന്നൊക്കെ ഒരു സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അങ്ങനെ ഈ ഉഴുന്ന് ഉരുണ്ട് പോയി ദൂരെ ചെന്ന് ഇങ്ങനെ കിടന്നു. മുത്തശ്ശി ഓടിച്ചെന്ന് ആ ഒരു മണി ഉഴുന്നിനെ ഇങ്ങനെ വാരിയെടുത്തു. എടുത്തതും മുത്തശ്ശൻ്റെ മന്ത്രവാദത്തിൻ്റെ ഫലമായി അതൊരു കുട്ടിയായി. ആ കുട്ടീനെ മുത്തശ്ശൻ വിളിച്ചു. അയ്യോ, ഇതാരാ ഉഴുന്നു കുട്ടിയോ, എനിക്ക് നിന്നെ ഇഷ്ടമായി ട്ടോ. മുത്തശ്ശി അന്തം വിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഇതെങ്ങനെ ഒരു കുട്ടിയായി? അതൊക്കെ ഉണ്ട്, നീ അതിനെ എടുത്തോ, നിനക്ക് കുട്ടികളില്ലല്ലോ എന്നുള്ള സങ്കടമല്ലേ, നമുക്കിതിനെ പൊന്നുപോലെ വളർത്താം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഈ ഉഴുന്നുകുട്ടിയെ വാരിയെടുത്ത് സന്തോഷത്തോടുകൂടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. മുത്തശ്ശി ഇങ്ങനെ സന്തോഷപ്പെട്ടു. ഹൗ, എന്നോ ഇതുപോലൊരു കുട്ടിയെ തന്നിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനെ. എനിക്കിപ്പോൾ വയ്യാതെയായി, എന്നാലും കുഴപ്പമില്ല, എൻ്റെ കുട്ടിയല്ലേ, ഞാനിതിനെ പൊന്നുപോലെ വളർത്തും. മുത്തശ്ശി തീരുമാനിച്ചു. അങ്ങനെ ഉഴുന്നുകുട്ടിക്ക് ഒരു 5 വയസ്സൊക്കെ ആയിട്ടോ. വേഗം വേഗം വളരുകയാണ്. ഇവനെ സ്കൂളിൽ ചേർത്തണ്ടേ? മുത്തശ്ശൻ ചോദിച്ചു. ആ, നമുക്കിവനെ സ്കൂളിൽ ചേർത്താം. അങ്ങനെ ഈ കുഞ്ഞു വീട്ടിൽ നിന്നും ഉഴുന്നുകുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി മുത്തശ്ശൻ വടിയും കുത്തിപ്പോയി. ടീച്ചർ അവിടെ ഉണ്ട് കേട്ടോ. ടീച്ചർ ചോദിച്ചു, അല്ല, ഇതെന്താ ഉഴുന്നിനെ പോലെ ഒരു കുട്ടി? ശരിക്കും ഉഴുന്നിനെ പോലെ ഉണ്ടല്ലോ കണ്ടാൽ. എന്നാലേ ഇവിടെ ചേർത്തിക്കോളൂ, മറ്റു കുട്ടികളെ ഒന്നും ഉപദ്രവിക്കാതെ നോക്കണം കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയും, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ആരെയും ഉപദ്രവിക്കാത്ത നല്ല മിടുക്കനായ കുട്ടിയാണ്, അവൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, ഞാൻ കുറേ കാര്യങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശൻ തട്ടി വിട്ടു കേട്ടോ. അങ്ങനെ ഈ കുട്ടി ഫസ്റ്റ് ബെഞ്ചിലിരുന്നു. ടീച്ചർ പേര് വിളിക്കുകയാണ്. രാഘവൻ, സുമതി, ജാനകി, റസാക്ക്, അച്യുതൻ വന്നിങ്ങനെ വിളിക്കുക പേരുകൾ. ഇവൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവന് പേരിട്ടിട്ടില്ലല്ലോ. ഉഴുന്നുകുട്ടി ടീച്ചർ വിളിച്ചു. എല്ലാവരും ഹ ഹ ഹ ഹ ഹ ചിരിച്ചു. എന്താ, ആരും കേൾക്കാത്തൊരു പേരല്ലേ, എല്ലാവർക്കും അത് ചിരിയായിട്ടോ. അങ്ങനെ ഇവന് ദേഷ്യം വന്നു. എന്നെ എല്ലാവരും ഉഴുന്നുകുട്ടി എന്ന് വിളിക്കുകയാണ്, എനിക്കിത് കേൾക്കാൻ വയ്യ. പരിഹാസത്തിൻ്റെ മുൾമുനയിൽ ഇങ്ങനെ ഉഴുന്നുകുട്ടി അസ്വസ്ഥനായി. അങ്ങനെ ഉഴുന്നുകുട്ടി വീടെത്തിട്ടോ. എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുത്തശ്ശ, എന്നെ എല്ലാവരും ഉഴുന്നുകുട്ടിയെന്ന് വിളിക്കുകയാണ്, എനിക്ക് സ്കൂളിൽ പോവണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി, മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചാൽ മതി. അപ്പം മുത്തശ്ശൻ പറയും, അത് പറ്റില്ല, എല്ലാവരും സ്കൂളിൽ പോയി പഠിക്കണം, അപ്പോഴേ എല്ലാ കുട്ടികളുമായിട്ട് കളിക്കാൻ പറ്റൂ. ഇവിടെ നീ ഒറ്റയ്ക്കാവില്ലേ, ഈ വയസ്സുകാലത്ത് ഞങ്ങൾക്ക് നിന്നോടൊപ്പം കളിക്കാൻ പറ്റുമോ? മുത്തശ്ശിയും ചോദിച്ചു. എന്നാൽ പിന്നെ ആരും എന്നെ ഉഴുന്നുകുട്ടിയെന്ന് വിളിക്കാൻ പാടില്ല, മുത്തശ്ശൻ അതിനൊരു ഐഡിയ പറഞ്ഞതാ. ആയിക്കോട്ടെ, ഞാൻ നിനക്കതിനുള്ളൊരു ഐഡിയ പറഞ്ഞു തരാം. നിന്നെ ടീച്ചർ ഇനി ഉഴുന്നുകുട്ടിയെന്ന് വിളിച്ചാൽ ഓം ഹ്രീം ഠും എന്ന് പറഞ്ഞാൽ മതി.
ടീച്ചറേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആരാണോ നിന്നെ വിളിക്കുന്നത് അവരോടൊക്കെ നീ ഈ മന്ത്രം ചൊല്ലിക്കോ. മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഉഴുന്നുകുട്ടി ബാഗും എടുത്ത് സ്കൂളിലേക്ക് അങ്ങോട്ട് പോയി. രണ്ടും കൽപ്പിച്ചാണ് പോകുന്നത്. സ്കൂളെത്തിയിട്ടോ, ബെഞ്ചിലങ്ങോട്ട് ഇരിക്കുകയാണ്. ടീച്ചർ വിളിച്ചു, പ്രസൻറ്റ് വിളിക്കുകയാണ്. ഉഴുന്നുകുട്ടി. ഉഴുന്നുകുട്ടിക്ക് ദേഷ്യം വന്നു. ടീച്ചറേ, ഓം ഹ്രീം ഠും. ടീച്ചർ ചത്തുപോയി. ടീച്ചറില്ലാതെ പിന്നെ എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുക? കുട്ടികൾക്കൊക്കെ സങ്കടം വന്നു. കുട്ടികൾ ഇവനെ വിളിച്ചു, ഉഴുന്നുകുട്ടി. എന്താ കാര്യം? സ്വന്തം ടീച്ചറെയാണ് അവൻ കൊന്നിരിക്കണത് അല്ലേ മന്ത്രം ചൊല്ലിയിട്ട്. അപ്പോൾ കുട്ടികൾ വെറുതെ ഇരിക്കും? കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ടീച്ചറമ്മമാരെ? അത് കണ്ടിട്ട് കുട്ടികൾ വിളിച്ചില്ലേ. വിളിച്ചത് ഉഴുന്നുകുട്ടിക്ക് ദേഷ്യം വന്നു. എന്നെ ഉഴുന്നുകുട്ടി എന്ന് വിളിക്കുന്നവരെയൊക്കെ എന്താണ് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്? ഓം ഹ്രീം ഠും. എന്നാൽ പിന്നെ നിങ്ങളെ ഞാൻ വിളിച്ചോളാം. കുട്ടികളെ, ഓം ഹ്രീം ഠും. കുട്ടികളൊക്കെ ചത്തുപോയി. പിന്നെ എന്തിനാ ഉഴുന്നുകുട്ടി ക്ലാസ്സിലിരിക്കണേ? ക്ലാസ്സിൽ കുട്ടികളും ഇല്ല, ടീച്ചറും ഇല്ല. ഞാനിനി വീട്ടിൽ പോവുകയാണ്. ഉഴുന്നുകുട്ടി വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നതും മുത്തശ്ശൻ ചോദിച്ചു, ഉഴുന്നുകുട്ടി. മുത്തശ്ശൻ എന്നെ ഉഴുന്നുകുട്ടി എന്ന് വിളിച്ചു. അപ്പം പിന്നെ മുത്തശ്ശനെയും പറയണ്ടേ? മുത്തശ്ശ, ഓം ഹ്രീം ഠും. മുത്തശ്ശൻ ചത്തുപോയി. ഇത് കണ്ട് മുത്തശ്ശിക്ക് സങ്കടമായി. മുത്തശ്ശനെ ഏറെ സ്നേഹിക്കുന്ന മുത്തശ്ശി സഹിക്കുമോ ഇത്? മുത്തശ്ശി ഓടി വന്നു. എടാ ഉഴുന്നുകുട്ടി, ഉറക്ക വിളിച്ചു. മുത്തശ്ശി എന്നെ ഉഴുന്നുകുട്ടി എന്ന് വിളിക്കുന്നു. മുത്തശ്ശി, ഓം ഹ്രീം ഠും. മുത്തശ്ശി ചത്തുപോയി. പിന്നെ ഒറ്റയ്ക്കായില്ലേ ഉഴുന്നുകുട്ടി? എന്താ ചെയ്യുക? ഉഴുന്നുകുട്ടി മെല്ലെ കുളിമുറിക്ക് പോയി. മേലെ മൊത്തം ചളിയാണ് സ്കൂൾ വിട്ട് വന്നിട്ട്. ബാഗൊക്കെ ഒരു സ്ഥലത്ത് വെച്ചു. ഒരു സ്ലേറ്റ് മാത്രമേ അന്നുള്ളൂ കേട്ടോ ബാഗിൽ. മെല്ലെ ഉള്ളിപ്പോയി. മന്ത്രവാദിയായ മുത്തശ്ശനും മരിച്ചുപോയി, മുത്തശ്ശിയും മരിച്ചുപോയി, ടീച്ചറും മരിച്ചുപോയി, കുട്ടികളും മരിച്ചുപോയി. ഒരു വീടുമുണ്ട്, ഒരു ഉഴുന്നുകുട്ടിയുമുണ്ട്. കുളിച്ചിട്ട് മുത്തശ്ശൻ്റെ ആ ഒരു തോർത്തി കൊടുക്കലുണ്ട് തല, അതൊക്കെ ഉഴുന്നുകുട്ടിക്ക് ഓർമ്മ വന്നു. മുത്തശ്ശി ഓടി വന്ന് എടുത്ത് ഡ്രസ്സ് ഇട്ട് തരുന്നതൊക്കെ ഓർമ്മ വന്നു. സഹിച്ചില്ല ഉഴുന്നുകുട്ടിക്ക്. ഉഴുന്നുകുട്ടി കരയാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് തല തോർത്താൻ അറിയുന്നില്ല. എന്തിനു പറയുന്നു? ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ കഴുകാൻ പോലും ഉഴുന്നുകുട്ടിക്ക് വയ്യ. അതൊക്കെ മുത്തശ്ശൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെയായിട്ട് തല തോർത്തുന്ന ആ സമയത്ത് ഈ ഉഴുന്നുകുട്ടി എന്ത് ചെയ്തു? മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ ഉഴുന്നുകുട്ടിക്ക് തല തോർത്തി തരുമായിരുന്നു എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഉഴുന്നുകുട്ടി എന്ത് വിചാരിച്ചു? അയ്യോ, എന്നെ ഞാൻ ഉഴുന്നുകുട്ടി എന്ന് വിളിച്ചില്ലേ, എന്നാൽ പിന്നെ എനിക്കൊരു കാര്യം അറിയാം. ഉഴുന്നുകുട്ടി എന്ന് വിളിക്കുന്നവരെയൊക്കെ എനിക്ക് മന്ത്രം ചൊല്ലി കൊല്ലാനറിയാം. എന്നാൽ പിന്നെ ഞാനും ചൊല്ലാൻ പോവാണ്. ഉഴുന്നുകുട്ടി, ഓം ഹ്രീം ഠും. ഉഴുന്നുകുട്ടിയും ചത്തുപോയി. കഥയും തീർന്നുപോയി. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.